ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രാജുവിന് ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തോളാം. രമ്യേ, അതിവന് ഇഷ്ടാവില്ല. ഇനി രാജുവിന്റെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ഞാൻ നോക്കിക്കോളാം രാധമ്മേ. രാധമ്മ ആ ചായം കൊണ്ടങ്ങ് പോയേ. അമ്മേ, ആ ചായ ഇങ്ങെടുക്ക്. രാജു, രാജു, ഗുഡ് മോർണിംഗ്. നീ എന്താ ഇവിടെ? ഞാൻ രാജുവിന് ചായ കൊണ്ടുവന്നതാ. ചായോ? ആ അതെ, ഇതേ ഞാൻ സ്പെഷ്യലായി രാജുവിനിട്ട ചായ. ഒന്ന് കുടിച്ചു നോക്കിയിട്ടേ എങ്ങനെയുണ്ടെന്ന് പറ. എനിക്ക് ചായ ഒന്നും വേണ്ട. നീ ഒന്ന് ഇറങ്ങിപ്പോയ രമേ. രാവിലെ തന്നെ മനുഷ്യന്റെ മൂടുകളായിട്ട് കയറി വന്നോളും. അതെന്താ രാജു അങ്ങനെ പറഞ്ഞേ? ഓ, രാജുവിന് ഞാൻ തരുന്ന ചായ ഒന്നും ഇഷ്ടമല്ലായിരിക്കും. ഋതിക തരണമായിരിക്കും അല്ലേ? രമേ, നീ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. പിന്നെന്താ, ഞാൻ തരുന്ന ചായ രാജുവിന് കുടിച്ചാ? മുൻപൊക്കെ ഞാൻ തരുന്ന ആഹാരങ്ങളും ഞാൻ തരുന്ന ചായയൊക്കെ അല്ലേ രാജു കുടിച്ചോണ്ടിരുന്നേ? ഋതിക വന്നതിന് ശേഷമല്ലേ എന്നെ വേണ്ടാതായത്. ഇപ്പൊ ഋതിക ഇല്ലല്ലോ, പിന്നെ ഈ ചായ കുടിക്കാലോ. രമേ, വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഒന്നാമത് എനിക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ നീയും കൂടെ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ? രാജു, എന്റെ അമ്മ വർമ്മ സാറിനോട് സംസാരിച്ച് രാജുവായിട്ടുള്ള എന്റെ വിവാഹം നടത്തി തരാന്ന് സമ്മതം മേടിച്ചതാണ്. രാജു ഇനി ലോകത്തെ ഏറ്റവും സ്നേഹവും വിശ്വാസവും ഉള്ളത് വർമ്മ സാറിനോടല്ലേ? അപ്പൊ പിന്നെ വർമ്മ സാറ് പറഞ്ഞ വാക്ക് രാജു ഒരിക്കലും നിരസിക്കാൻ പോകുന്നില്ലല്ലോ. എന്തായാലും നമ്മുടെ വിവാഹം നടക്കും. പിന്നെ ഞാൻ കൊണ്ടുവന്ന ഈ ചായ രാജുവിന് കുടിച്ചാലെന്താ? രമ്യ എന്താ ഇവിടെ? രാധമ്മേ, ഞാൻ രാജുവിന് ചായ ആയിട്ട് വന്നതാ. അതെന്തിനാ? ഞാനിവിടെ രാവിലെ ചായ കൊടുക്കാറുണ്ടല്ലോ. ഇനി എന്തായാലും അത് വേണ്ട രാധമ്മേ. രാജുവിന് ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തോളാം. രമ്യേ, അതിവന് ഇഷ്ടാവില്ല. ഇനി രാജുവിന്റെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ഞാൻ നോക്കിക്കോളാം രാധമ്മേ. രാധമ്മ ആ ചായം കൊണ്ടങ്ങ് പോയേ. അമ്മേ, ആ ചായ ഇങ്ങെടുക്ക്. രാജു, ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞേ വീണ്ടും വർമ്മ സാറിനോട് സംസാരിക്കാൻ പോവാ. ഇതിന്റെ അർത്ഥം രാജുവിനെ വിവാഹത്തിന് താല്പര്യമില്ലെന്നല്ലേ? രമ്യേ, നീ ഒന്ന് അടങ്ങ്. ഇവനെ ഈ ചായ കുടിച്ചോളും. നീ ഇപ്പൊ അങ്ങ് പൊയ്ക്കോ. വർമ്മ സാറിനോട് പോയി സംസാരിക്കൊന്നും വേണ്ട. നീ ഒന്ന് ചെല്ല് രമ്യേ. രാധമ്മേ, ഉറപ്പാണല്ലോ ഈ ചായ രാജു കുടിച്ചിരിക്കണം? ആ, ഇത് ഇവൻ കുടിച്ചോളും. നീ ഒന്ന് പോ. എന്തിനാ മോനെ വെറുതെ? ഇനിയിപ്പോ ഈ പെണ്ണ് പോയി രുക്മിണിയെ എരികേറ്റി വർമ്മ സാറിന്റെ വീട്ടിലേക്ക് പോവും. ആ, ഞാൻ ഈ ചായ കളഞ്ഞിട്ടേ അവൾക്ക് ഈ കപ്പ് കൊണ്ട് കൊടുത്തേക്കാം. നീ കുളിച്ച് വർമ്മ സാറിന്റെ വീട്ടിലേക്ക് പോവാൻ നോക്ക്. എന്താ ആന്റി എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത്? നമുക്ക് അടുപ്പമുള്ള ആളുകള് മാനസികമായി തളർന്നു എന്നറിയുമ്പോ അവർക്ക് മനസ്സിന് ആശ്വാസം നൽകാൻ കുറച്ച് നല്ല വാക്കുകളെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ? എന്തിനാ ആന്റി ഈ ഫോർമാലിറ്റീസ് ഒക്കെ? പിന്നെ എനിക്ക് സംഭവിച്ചത് ഋതികയുടെ ജീവിതത്തിൽ എന്നും ആഗ്രഹങ്ങൾക്ക് വിപരീതമായ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
ചെറുപ്പം മുതൽ വളർന്ന സാഹചര്യങ്ങളിലും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ അച്ഛന്റെ കാര്യത്തിലും രാജുവിന്റെ കാര്യത്തിലും എന്നും എല്ലാം എനിക്ക് കയ്പുള്ള അനുഭവങ്ങൾ തന്നെയാ. ചിലപ്പോ ഞാൻ ജനിച്ച സമയത്തിന്റെ കുഴപ്പമായിരിക്കും അല്ലേ. ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും ഋതിക ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കണ്ടെന്ന്. അതായിരിക്കും ഇങ്ങനെയൊക്കെ. മോളെ, നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അമ്മയ്ക്ക്, അല്ല സോറി, ആന്റിക്ക് അറിയില്ല. മോളെ, നിന്നെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന്. പക്ഷെ മോളുടെ എല്ലാ പ്രശ്നങ്ങളും തീരണമെന്ന് ആന്റി ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോ മോൾക്ക് സഹായത്തിന് ആരും ഇല്ലല്ലോ എന്നുള്ള വിഷമം വേണ്ട. രാജുവിന് ഞാനാ വിളിച്ചത്. മാഡം എന്തിനാ എന്നോട് വരാൻ പറഞ്ഞ? എനിക്ക് രാജുവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ രാജുവിനോട് വരാൻ പറഞ്ഞ കാര്യം എന്തായിരിക്കും രാജുവിന് അറിയാലോ. മനസ്സിലായി മാഡം. പക്ഷെ എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് മാഡത്തിനെ കൊണ്ട് എന്നെ ഇവിടെ എത്തിച്ചതേ ഈ ഋതിക മാഡത്തിന് നന്നായിട്ടറിയാം. രാജു, നടന്നതൊക്കെ മറക്കാൻ ഋതികയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. വിവാഹം കഴിഞ്ഞുവെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തില് ഋതിക നുണ പറഞ്ഞതാണെങ്കിലും പിന്നീട് ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചതെങ്കിലും ഋതികയുടെ വീട്ടിൽ വെച്ച് അബദ്ധത്തില് രാജുവിന്റെ കയ്യിൽ നിന്നും താലിമാല ഋതികയുടെ കഴുത്തില് വീണു. രാജുവിനെ ഋതിക ഒരുപാട് പ്രണയിച്ചിരുന്നു. ഇപ്പോഴും രാജു ഒന്ന് ഋതികയുടെ അച്ഛനോട് സംസാരിച്ചാൽ, ഋതികയെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യപ്പെട്ടാൽ അദ്ദേഹം അത് നടത്തിത്തരും. അത് രാജുവിന് അറിയാവുന്നതല്ലേ. ഋതികയുടെ കാര്യത്തിലെന്താ രാജുവിന് ഇങ്ങനൊരു വാശി? ഋതിക പാവമല്ലേ? മീര മാഡം, ദയവ് ചെയ്ത് ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടി എന്നോട് വാദിക്കരുത്. മാഡം എത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതൊരിക്കലും സാധ്യമാവാത്ത കാര്യ. ശരിക്കും എന്താ രാജുവിന്റെ പ്രശ്നം? രാജു പറ, ഞാനൊന്ന് കേക്കട്ടെ. മാഡം, വർമ്മ സാർ എന്റെ ആരാണെന്ന് ചോദിച്ചാ എനിക്കതിനൊരു ഉത്തരവില്ല. മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ദൈവത്തിനും മുകളില എനിക്ക് വർമ്മ സാറ്. അങ്ങനെയുള്ള വർമ്മ സാറിന്റെ മകൾ ഋതിക മാഡത്തെ പ്രേമിക്കാനോ വിവാഹം കഴിക്കാനോ എനിക്ക് ഒരിക്കലും കഴിയില്ല. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ തന്നെ എനിക്കെന്റെ തല പെരുക്ക. ഋതിക മാഡം എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എനിക്കിപ്പോ ഉണ്ടായിരുന്ന ദിവസങ്ങള്, ആ ദിവസങ്ങളില് ഞാൻ അനുഭവിച്ച ടെൻഷൻ, അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല.